In this class we are going to discuss about the third and last type of tissue, the secretory tissue. Secretory tissue is a type of permanent tissue. It is classified into two types, internal secretory tissue and external secretory tissue. Secretory tissues are composed of secretory cells. As we all know, tissues are composed of group of cells. And the specialized cells present in secretory tissue is called idioblast. These idioblasts secrete oil, latex, resin, tannin, gum and mucilage. ഈ എല്ലാ സബ്സ്റ്റൻസും ഒന്നിച്ചല്ല സെക്രീറ്റ് ചെയ്യുന്നത്, പല പല പ്ലാന്റ്സിൽ ഈ പല പല മെറ്റീരിയൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ സെക്രട്ടറി ടിഷ്യൂസ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഓയിൽ ഗ്ലാൻഡ്സ്. Oil glands are composed of group of thin-walled cells. Oil secreted by these cells are collected in specialized cavities called schizogenous or lysogenous cavities. ഈ ഓയിൽ ഗ്ലാൻഡ്സ് നമുക്ക് പല പ്ലാന്റ്സിലും നമ്മൾ ഓയിൽ പഠിച്ചിട്ടുണ്ടല്ലേ, സെക്രട്ടറി മെറ്റീരിയൽസ് പറഞ്ഞപ്പോൾ ഓയിൽസിനെ കുറിച്ച് പറഞ്ഞു. ഇനി പറയുന്നത് ഈ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഓയിൽ ഗ്ലാൻഡ്സ് രണ്ട് ടൈപ്പാണുള്ളത്, ഷൈസോജീനസ് ഗ്ലാൻഡ്സും ലൈസീജീനസ് ഗ്ലാൻഡ്സും. ഈ രണ്ട് ടൈപ്പ് ഓയിൽ ഗ്ലാൻഡ്സ് ആണുള്ളത്. ഷൈസോജീനസ് ഗ്ലാൻഡ്സ് ആർ ഫോംഡ് ബൈ ദി സെപ്പറേഷൻ ഓഫ് സെൽസ്. ഫോർ എക്സാമ്പിൾ യൂക്കാലിപ്റ്റസ്. ഇപ്പോൾ യൂക്കാലിപ്റ്റസിൻ്റെ ലീഫിൽ ഓയിൽ ഗ്ലാൻഡ്സ് ഉണ്ട്. ഈ ഗ്ലാൻഡ്സ് ഫോം ചെയ്യുന്നത് ഒരു ഭാഗത്ത് നിന്നും ഒരു ഗ്രൂപ്പ് സെൽസ് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ നടുവിലൊരു ക്യാവിറ്റി ഉണ്ടാവുകയാണ്. സെൽസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നില്ല, സെപ്പറേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഈ ക്യാവിറ്റിയുടെ ഉള്ളിലേക്കാണ്, ഈ ക്യാവിറ്റിക്ക് ഷൈസോജീനസ് ക്യാവിറ്റി എന്ന് പറയും, ക്യാവിറ്റിയുടെ ഉള്ളിലേക്കാണ് എസെൻഷ്യൽ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ ലൈസീജീനസ് ക്യാവിറ്റീസ് ആണെങ്കിൽ ആ പേര് പറയുന്നത് പോലെ തന്നെ ലൈസിസ് ആണ് നടക്കുന്നത്. ലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബ്രേക്ക് ഡൗൺ. ഒരു കൂട്ടം സെൽസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ ബ്രേക്ക് ഡൗൺ ചെയ്ത സെൽസിൻ്റെ ഇൻറ്റീരിയർ ഒരു ക്യാവിറ്റി ആയിട്ട് മാറുകയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന ക്യാവിറ്റിയാണ് ലൈസീജീനസ് ക്യാവിറ്റി. സിട്രസ് പ്ലാന്റ്സിലെല്ലാം കാണുന്ന ഓയിൽ ഗ്ലാൻഡ്സ് ലൈസീജീനസ് ഗ്ലാൻഡ്സ് ആണ്. ഇതാണ് രണ്ട് ടൈപ്പ് ഗ്ലാൻഡ്സ്. ഇത് ലൈസിസ് നടക്കുന്നത്, ആ സെൽസ് ബ്രേക്ക് ഡൗൺ ചെയ്തതിൻ്റെ ബ്രേക്ക് ചെയ്ത വോൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലൈസീജീനസ് ക്യാവിറ്റി ഈസ് ലൈൻഡ് ബൈ ദ ബ്രോക്കൺ സെൽസ്. ബ്രോക്കൺ സെൽസ് ആണ് ഇതിനെ ലൈൻ ചെയ്യുന്നത്. എന്നാൽ ഷൈസോജീനസ് ക്യാവിറ്റിയിലാണെങ്കിൽ സെൽസിൻ്റെ സെപ്പറേഷനാണ് നടക്കുന്നത്, അവിടെ ബ്രോക്കൺ സെൽസ് ഒന്നും കാണില്ല. ദിസ് ഈസ് എ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ഓയിൽ ഗ്ലാൻഡ് ഇൻ സിട്രസ്. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഗ്ലാൻഡ് കാണാം. ഇതിനെ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ കാണുന്നതാണ് രണ്ടാമത്തെ പിക്ചർ. ഓറഞ്ചിലും നാരങ്ങയിലൊക്കെ കാണുന്നത് ലൈസീജീനസ് ഗ്ലാൻഡ്സ് ആണ്, ബ്രേക്ക് ഡൗൺ ചെയ്ത സെൽസാണ് അവിടെ ഉള്ളത്. യൂക്കാലിപ്റ്റസിൽ കാണുന്ന ഷൈസോജീനസ് ഗ്ലാൻഡ്സ്. ഇത് പെപ്പർമിൻറ്റ് ലീഫാണ്. പെപ്പർമിൻറ്റ് ലീഫ് എന്ന് പറഞ്ഞാൽ പുതിനയുടെ ലീഫ്. പുതിന അറിയാമല്ലോ, അതിൽ ധാരാളം എസെൻഷ്യൽ ഓയിൽസ് ഒക്കെ ഉള്ളതാണ്, നല്ല മണമുണ്ട്. പെപ്പർമിൻറ്റ് എന്ന് പറയും. പെപ്പർമിൻറ്റിൻ്റെ ലീഫിൻ്റെ സർഫസ് ആണ്, ഇലക്ട്രോൺ മൈക്രോഗ്രാഫിക് വ്യൂ ആണ് സർഫസ് വ്യൂ. ഇതിനകത്ത് ഈ ഇഡലി പോലെ കാണുന്നത് ഗ്ലാൻഡുകളാണ്. പിന്നെ ഇതാണ് സ്റ്റൊമേറ്റ. Next is laticiferous tissue. Cells of laticiferous tissue secrete latex. അപ്പം ഓയിൽ ഗ്ലാൻഡ്സിൻ്റെ ടിഷ്യൂസ് ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ലാറ്റിസിഫറസ് ഗ്ലാൻഡിൻ്റെ ടിഷ്യൂസ് ലാറ്റക്സ് സെക്രീറ്റ് ചെയ്യും. ലാറ്റിസിഫറസ് ടിഷ്യൂസും രണ്ട് ടൈപ്പാണുള്ളത്, നോൺ ആർട്ടിക്കുലേറ്റഡ് ടിഷ്യൂ ആൻഡ് ആർട്ടിക്കുലേറ്റഡ് ടിഷ്യൂ. നോൺ ആർട്ടിക്കുലേറ്റഡ് ടിഷ്യൂസ് ഹാവ് ഇംമെഷറബിൾ ലെങ്ത്. ദ ന്യൂക്ലിയസ് ഓഫ് ദി സെൽ ഡിവൈഡ് ഫ്രീലി ഫോമിങ് എ മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. അപ്പോൾ ഈ നോൺ ആർട്ടിക്കുലേറ്റഡ് ലാറ്റക്സ് ഗ്ലാൻഡിന് ഇംമെഷറബിൾ ലെങ്ത് ആണ്, കണ്ടിന്യൂസ് ആണ്, ഒരിടത്തും ബ്രേക്കേജ് ഇല്ല, ഇംമെഷറബിൾ ലെങ്ത് ഉള്ള ഗ്ലാൻഡാണ്. നമ്മൾ റബ്ബറിൽ യൂഫോർബിയേസിയ ഫാമിലിയിലുള്ള റബ്ബർ,
അപ്പോസൈനേസി എന്ന് പറയുമ്പോൾ പാലമരങ്ങളൊക്കെ ഉള്ള, ഈ പാലുള്ളത് കൊണ്ടാണല്ലോ പാലെന്ന് പറയുന്നത്. അസ്ക്ലിപ്പിഡേസിയ ഫാമിലി എന്ന് പറഞ്ഞാൽ എരിക്ക്, അർട്ടിക്കേസിയ ചക്കയൊക്കെ വരുന്നത്, അതിൻ്റെ കറയുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഫാമിലീസിലൊക്കെ കാണുന്ന ലാറ്റിസിഫറസ് ഗ്ലാൻഡ് നോൺ ആർട്ടിക്കുലേറ്റഡ് ഗ്ലാൻഡാണ്. അതായത് ഇമ്മെഷറബിൾ ലെങ്ത് ഉള്ളതും അതിനകത്ത് കാണുന്ന ന്യൂക്ലിയസ് ഫ്രീ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനാണ് കാണുന്നത്. ഇടയ്ക്ക് സെൽ വോൾസ് ഒന്നുമില്ല, ബ്രേക്കേജ് ഒന്നുമില്ല. എന്നാൽ ആർട്ടിക്കുലേറ്റഡ് ഗ്ലാൻഡ്സ് ആണെങ്കിൽ ദേ ആർ ആർട്ടിക്കുലേറ്റഡ് മീൻസ് ഇടയ്ക്ക് ബ്രേക്കേജ് ഉണ്ട്. ദേ ആർ ഡെവലപ്ഡ് ഫ്രം എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ബൈ ദ ഡിസോസിയേഷൻ ഓഫ് സെൽസ്. ഒരു കൂട്ടം സെൽസ് അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന സെൽ വോൾ ഡിസോസ് ചെയ്തിട്ടാണ് ആർട്ടിക്കുലേറ്റഡ് ലാറ്റിസിഫറസ് ഗ്ലാൻഡ്സ് ഉണ്ടായിട്ടുള്ളത്. അതിനിടയ്ക്ക് ആർട്ടിക്കുലേഷൻസ് ഉണ്ട്. അപ്പം മ്യൂസ എന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് കറയുണ്ടല്ലോ. കരിക്കേസിയ പപ്പായയുടെ ഫാമിലിയിൽ, പിന്നെ സപ്പോട്ടയൊക്കെ വരുന്ന ഫാമിലി, ഇതിലൊക്കെ കാണുന്നത് ആർട്ടിക്കുലേറ്റഡ് ആയിട്ടുള്ള ലാറ്റിസിഫറസ് ടിഷ്യൂസാണ്. അതായത് രണ്ടുമാണ് എൻ്റെ പിക്ചർ. ആർട്ടിക്കുലേറ്റഡ് ഗ്ലാൻഡിലെ ഇടയ്ക്കുള്ള ആർട്ടിക്കുലേഷൻസ്, അതായത് ബ്രേക്കേജസ് ആണ് ഈ കാണുന്നത്. ഇത് നോൺ ആർട്ടിക്കുലേറ്റഡ് ഗ്ലാൻഡ്, യൂഫോർബിയയിൽ കാണുന്ന ഇമ്മെഷറബിൾ ലെങ്ത് ഉള്ള. The second type is external secretory tissue. എക്സ്റ്റേണൽ സെക്രട്ടറി ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് സെല്ലിൻ്റെ പുറത്തേക്കാണ് അത് സെക്രീഷൻസ് പുറപ്പെടുവിക്കുന്നത്. ദേ ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്: ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്, സ്റ്റിങ്ങിങ് സെൽസ്, നെക്ടറീസ്, ഓസ്മോഫോസ് ആൻഡ് ഹൈഡത്തോൾസ്. ഓരോന്നായിട്ട് നോക്കാം. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ സർഫസ് ഓഫ് ദ ലീഫ് ഓഫ് പിങ്കിക്യൂള ആൻഡ് പിക്ചർ ഓഫ് പ്ലാന്റ്സ് ലൈക്ക് നെപ്പന്തിസ്, സരസീനിയ, ഡാർലിംഗ്ടോണിയ എക്സെട്ര. ഇൻസെക്റ്റീവോറസ് പ്ലാന്റ്സിൽ കാണുന്ന ഗ്ലാൻഡ്സ് ആണ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. ചില പ്ലാന്റ്സ് അത് വളരുന്ന സോയിലിൽ നൈട്രജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ നൈട്രജൻ ഡെഫിഷ്യൻസി ഉള്ള സോയിലിൽ വളരുന്ന പ്ലാന്റ്സ് ഒക്കെ ഇൻസെക്റ്റീവോറസ് പ്ലാന്റ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡെഫിഷ്യൻസിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇൻസെക്റ്റിനെ പിടിക്കും. ഈ പിടിക്കുന്ന ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണലായിട്ട് തന്നെ അത് ഡൈജസ്റ്റീവ് എൻസൈം സെക്രീറ്റ് ചെയ്യും. ചില പ്രത്യേകതരം സ്ട്രക്ചേഴ്സ് അതിൻ്റെ ലീഫിൽ കാണാറുണ്ട്. ഇപ്പോൾ പിച്ചർ പ്ലാന്റ്, അതായത് നെപ്പന്തിസ് എന്ന് പറയുന്ന പ്ലാന്റ് ഒരു പിച്ചർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, ഒരു സഞ്ചി. അതിനകത്ത് എന്തുണ്ട്? അലൂറിങ് ഗ്ലാൻഡ്സ് ആർ ഫൗണ്ട് ഓൺ ദ അണ്ടർ സർഫസ് ഓഫ് ദ ലിഡ് ഓഫ് പിച്ചർ. ദീസ് ഗ്ലാൻഡ്സ് സെക്രീറ്റ് എൻസൈംസ് കോൾഡ് നെപ്പന്തിസിൻ ആൻഡ് അസിഡിക് ഫോസ്ഫറ്റേസ്. ഇപ്പോൾ നെപ്പന്തിസിൻ എന്നും അസിഡിക് ഫോസ്ഫറ്റേസ് എന്നും പറയുന്ന എൻസൈംസ്, ഇതെല്ലാം ആ ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ആണ്. ഇതൊക്കെ ആ ഗ്ലാൻഡിലെ പിക്ചറിൻ്റെ ഉള്ളിലുള്ള ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഡ്രൊസീറയ്ക്കാണെങ്കിൽ ലീവ്സിൻ്റെ അഡാക്സിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ താഴെ സർഫസിൽ, മുകളിലത്തെ സർഫസിൽ ഗ്ലാൻഡ്സ് ഉണ്ട്, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഈ ഗ്ലാൻഡ്സ് ഡൈജസ്റ്റീവ് എൻസൈംസ് സെക്രീറ്റ് ചെയ്യും. ഇതാണ് ഡ്രൊസീറ. സൺ ഡ്യൂ പ്ലാന്റ് എന്ന് പറയുക. കാര്യം സൺലൈറ്റ്, സൂര്യപ്രകാശത്തിലത് തിളങ്ങുന്നത് കാരണമാണ് സൺ ഡ്യൂ പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ലീഫിൻ്റെ സർഫസിൽ കാണുന്ന അഡാക്സിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ മുകൾ വശത്ത് കാണുന്ന ഗ്ലാൻഡുകളാണ്. ഈ ഗ്ലാൻഡ് പുറത്തേക്കാണ് എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് വീനസ് ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന പ്ലാന്റാണ്. രണ്ടാമത്തേതാണ് ഡാർലിംഗ്ടോണിയ. ദിസ് ഈസ് നെപ്പന്തിസ്, പിച്ചർ പ്ലാന്റ്. അപ്പോൾ ഈ പിച്ചറിൻ്റെ റിമ്മിൽ ഇൻസെക്റ്റ് വന്നിരിക്കുമ്പോൾ സ്ലിപ്പറി ആയിട്ടുള്ള റിമ്മാണ്. അതിൻ്റെ അരികിൽ ഇൻസെക്റ്റ് വന്നിരിക്കുമ്പോൾ അത് സ്ലിപ്പ് ചെയ്ത് അകത്തേക്ക് വീഴും. ഉടനെ തന്നെ ഈ ലിഡ് അങ്ങ് പിക്ചറിനെ മൂടും. ഇപ്പോൾ ലിഡിൻ്റെ അടിയിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഉണ്ട്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സിൻ്റെ പിക്ചറാണ് ഈ കാണിച്ചിട്ടുള്ളത്, അലൂറിങ് ഗ്ലാൻഡ്സ്. ഈ ഗ്ലാൻഡ്സ് ആണ് ആസിഡ് ഫോസ്ഫറ്റേസ് എൻസൈം സെക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബോഡിയിലുള്ള ന്യൂട്രീഷൻസ് ഒക്കെ സെല്ല് അബ്സോർബ് ചെയ്യും. നെക്സ്റ്റ് ഈസ് സ്റ്റിങ്ങിങ് ഹെയർസ്. സ്റ്റിങ്ങിങ് ഹെയർസ് എന്ന് പറഞ്ഞാൽ ചില പ്ലാന്റ്സിനെ തൊടുമ്പോൾ നമുക്ക് ദേഹം ചൊറിയും, അല്ലേ? കൊടുത്തുവ, ചൊറിയണം എന്നൊക്കെ പറയുന്ന പ്ലാന്റ്. പിന്നെ അതുപോലെ പല പ്ലാന്റ്സിനെ തൊട്ടാലും ദേഹം ചൊറിയാറുണ്ട്. ചേനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്,
ഇതുപോലെ ലീഫിൻ്റെ സർഫസിലെല്ലാം ചെറിയ ഹെയേഴ്സ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. ഈ ചൊറിച്ചിലുണ്ടാക്കുന്ന ഈ ഹെയേഴ്സിനെയാണ് സ്റ്റിങ്ങിങ് ഹെയേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇതൊരു ഫോട്ടോഗ്രാഫാണ്, ഒരു ഫോട്ടോ മൈക്രോഗ്രാഫാണ്. അതിൽ തന്നെ പിക്ചർ വരയ്ക്കുന്നേ കഴിഞ്ഞും ക്ലിയറായിട്ട് എൻ്റെ സ്ട്രക്ചർ കാണാം. സ്റ്റിങ്ങിങ് ഗ്ലാൻഡിൻ്റെ ഇതിൻ്റെ മിഡിൽ പോർഷനിൽ കാണുന്ന ഒരു ചെറിയ സാക്കിനകത്താണ് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് അത് സെക്രീറ്റ് ചെയ്യുന്നത്, ഇറിറ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ സ്ട്രക്ചറിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് വ്യൂ. ലീഫ് സർഫസ്, ഇത് ഈ ലീഫിൻ്റെ എപ്പിഡെർമൽ സെൽസിൽ കാണുന്ന ഒരു ടിഷ്യൂ ആണ്. എപ്പിഡെർമൽ സെൽസിൻ്റെ കുറച്ച് ഭാഗം ഇതിൻ്റെ ഏറ്റവും താഴെ കാണും ഗ്രീൻ കളറിൽ. അത് കഴിഞ്ഞ് ഇതിനൊരു ബേസ് ഉണ്ട്. ബേസ് കഴിഞ്ഞിട്ടൊരു സാക്ക് ഫിൽഡ് വിത്ത് ഇറിറ്റൻസ്, ഇച്ചിങ് ഉണ്ടാക്കുന്ന ഫ്ലൂയിഡ്, പിന്നെ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള നീഡിൽ ലൈക്ക് ആയിട്ടുള്ള ബ്രേക്കേജ് പോയിൻ്റ്. These hairs are calcified at their lower end and silicified at their upper end. ബേസൽ പോർഷനിൽ കാൽസിഫൈഡ് ആയിരിക്കും, കാൽസ്യം ഡിപ്പോസിഷനും ഉണ്ടാവും. അതിൻ്റെ അപ്പർ എൻഡ് സിലിസിഫൈഡും ആണ്. സിലിക്ക ഡിപ്പോസിഷൻ ഉള്ളത് കാരണമാണ് കുത്തുന്നത്. ദീസ് ആർ ഫൗണ്ട് ഇൻ അർട്ടിക്ക. അർട്ടിക്ക എന്ന് പറയുന്നതാണ് ചൊറിയണം, അർട്ടിക്ക ഡയോയിക്ക. Third type of external secretory tissues are nectaries. Nectaries are located in flowers. Nectaries located in flower is called floral nectary, which is the most common type of nectary. And sometimes nectaries are located outside the flower like leaf and petiole. They are called extrafloral nectaries. നമ്മൾ നേരത്തെ ഒരിക്കൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് എക്സ്ട്രാ ഫ്ലോറൽ nectary. Osmophores. Osmophores are kind of oil duct which secrete essential oil. They are present on the floral part in the form of cilia and brushes. Osmophores are responsible for the emission of fragrance. പൂക്കളുടെ ഉള്ളിൽ ആ പൂമണം, അതിൻ്റെ ആ സുഗന്ധം പുറപ്പെടുവിക്കുന്ന സ്ട്രക്ചേഴ്സാണ് ഓസ്മോഫോർ. ഈ ടിഷ്യൂസ് സീലിയ മീൻസ് കുഞ്ഞ് ഹെയേഴ്സ് പോലെയോ ബ്രഷസ് പോലെയോ കാണാം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരം എസെൻഷ്യൽ ഓയിലാണ് ഫ്ലവേഴ്സിൻ്റെ ഫ്രാഗ്രൻസിന് കാരണം. ഇതാ ഓസ്മോഫോറിൻ്റെ ഇലക്ട്രോൺ മൈക്രോഗ്രാഫിക് വ്യൂ ആണ്. ഈ യെല്ലോ കളറിലെ ഫ്ലവറിൻ്റെ ഓസ്മോഫോറിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഗ്രീൻ പാർട്ടിലാണ്. ഈ ഗ്രീൻ പാർട്ടിൻ്റെ ഇലക്ട്രോൺ മൈക്രോഗ്രാഫിക് വ്യൂ ആണ് കാണുന്നത്. സർഫസ് ഇലക്ട്രോൺ മൈക്രോഗ്രാഫിക് വ്യൂ. പിന്നെ ഈ രണ്ടാമത്തെ പിക്ചർ എനിക്ക് തോന്നുന്നത് അത് ചേനയുടെ പൂവാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് ഉറപ്പില്ല. എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയൊരു പിക്ചറാണ് ഓസ്മോഫോർ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കുഞ്ഞ് ബലൂൺ പോലത്തെ സ്ട്രക്ചേഴ്സ് കാണാം. Next is hydathode or water stomata. A hydathode is a type of pore commonly found in angiosperms that secrete water. They are located on the leaf margin, typically at the tip of a marginal tooth or serration. These cells located below the open pore is called epithelium cells, and the cells open out into one or more subepidermal chambers. സെറേറ്റഡ് ആയിട്ടുള്ള ലീഫ് മാർജിനുള്ള പ്ലാന്റ്സ്. സെറേറ്റഡ് മീൻസ് ലീഫിൻ്റെ മാർജിനിൽ ടൂത്ത് പോലെ കാണുന്ന പ്ലാന്റ്സിലാണ് കോമൺ ആയിട്ട് കാണുക. ഈ ഓരോ ടൂത്തിലും വന്നിട്ട് ഓരോ വെയിൻസ് എൻഡ് ചെയ്യുന്നത് കാണാം. ഈ ഡയഗ്രത്തിൽ അങ്ങനെ നെർവ് എൻഡിങ് കാണിച്ചിട്ടില്ല, പക്ഷേ ഈ നെർവിൻ്റെ എൻഡിങ് വരുന്ന ഓരോ ടൂത്തിലും അതിൻ്റെ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റൊമേറ്റ ഉള്ളതായിട്ട് കാണാം. ഈ സ്റ്റൊമേറ്റയ്ക്ക് പറയുന്ന പേരാണ് വാട്ടർ സ്റ്റൊമേറ്റ ഓർ ഹൈഡത്തോഡ്. ഈ സ്റ്റൊമേറ്റ ഒരിക്കലും മറ്റ് സ്റ്റൊമേറ്റയെ പോലെ, അതായത് നമ്മുടെ കോമൺ ടൈപ്പ് ഓഫ് സ്റ്റൊമേറ്റയെ പോലെ അത് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നില്ല. എപ്പോഴും അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്.
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഹൈഡത്തോട്. അതിന് ഗാർഡിയൻ ഒരു ഗാർഡ് സെല്ലൊക്കെ ഉണ്ട്, പക്ഷേ എപ്പോഴും ഈ സെല്ല് ഓപ്പൺ ആയിരിക്കും. ഈ ഗാർഡ് സെല്ലിൻ്റെ തൊട്ട് താഴെ കാണുന്ന ചേംബർ ഒരു ഇൻ്റർ സെല്ലുലാർ സ്പേസ് ആണ് അവിടെ ഉള്ളത്. സെൽസ് ഒഴിഞ്ഞു മാറിയിട്ട് അവിടെ ഒരു ഗ്യാപ്പ്, ഇൻ്റർ സെല്ലുലാർ സ്പേസ്. അതിന് തൊട്ട് താഴെയായിട്ട് കുറച്ച് ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെൽസ് കാണാം. ഈ ലൂസ്ലി അറേഞ്ച്ഡ് സെൽസിനെയാണ് എപ്പിത്തം എന്ന് പറയുന്നത്. ആൻഡ് എപ്പിത്തം ഈസ് ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് സൈലം വെസൽസ്. സൈലം വെസൽസ് ആണ് ഈ ഡാർക്ക് ബ്രൗൺ കളറിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം സൈലം വെസൽസിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ട്. അപ്പോൾ സൈലം വെസൽ കണ്ടക്ട് ചെയ്യുന്ന വാട്ടർ മുകളിലേക്ക് വന്നിട്ട് അത് ഈ ഇൻ്റർസെല്ലുലാർ സ്പേസിലേക്ക് അങ്ങ് ഡിഫ്യൂസ് ചെയ്യുകയാണ്. ഈ ഇൻ്റർസെല്ലുലാർ സ്പേസിൽ വാട്ടർ വന്ന് നിറയുമ്പോൾ അത് ആക്ച്വലി വാട്ടറിൻ്റെ ഒപ്പം സൊല്യൂട്ട്സും ഉണ്ടാവും. വാട്ടർ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ മിനറൽ അയോൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ വാട്ടറും സൊല്യൂട്ട്സും കൂടെ ഈ ഇൻ്റർസെല്ലുലാർ സ്പേസിൽ നിന്നും വാട്ടർ സ്റ്റൊമേറ്റ വഴി പുറത്തേക്ക് വരും. ഒരിക്കലും ഇതൊരു നോർമൽ സ്റ്റൊമേറ്റ അല്ല. ഈ നോർമൽ സ്റ്റൊമേറ്റ ആണെങ്കിൽ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ വാട്ടർ സ്റ്റൊമേറ്റ അതിരാവിലെ, അതായത് ട്രാൻസ്പിറേഷൻ വളരെ കുറവുള്ള സമയത്തും എന്നാൽ പ്ലാന്റ് ഏറ്റവും കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്തിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ അതിരാവിലെയൊക്കെ ആകുമ്പം ഒരു രാത്രി മുഴുവനും വെയിലില്ലാതെ നിൽക്കുന്ന പ്ലാന്റ് വാട്ടർ മാക്സിമം സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്ത് നല്ല ടർജിഡായിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുമായിരിക്കും അല്ലേ. എന്നാൽ സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്യാറായിട്ടില്ല, വെയിൽ വന്നാലേ സ്റ്റൊമേറ്റ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇത് കുടിച്ച് വീർത്തിരിക്കുന്ന സെല്ല്, ഇതിന് എവിടെ കൂടെയെങ്കിലും കുടിച്ച് വീർത്തിരിക്കുന്ന വാട്ടർ എവിടെ കൂടെയെങ്കിലും അതിന് പുറത്ത് വിടണം. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഇത് വാട്ടർ സ്റ്റൊമേറ്റയിൽ കൂടെ വെള്ളം പുറത്തേക്ക് വിടുന്നത്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഗട്ടേഷൻ. ദ പ്രോസസ് ഓഫ് ഷെഡിങ് ഓഫ് വാട്ടർ. അത് വാട്ടറായിട്ട് തന്നെയാണ് വാട്ടർ ഷെഡ് ചെയ്യുന്നത്, ഒരിക്കലും മറ്റ് സ്റ്റൊമേറ്റയിൽ കൂടെ പോകുന്ന പോലെ വേപ്പറിൻ്റെ രൂപത്തിലല്ല. ഗട്ടേഷൻ ഈസ് ദ എക്സ്യൂഡേഷൻ ഓഫ് ഡ്രോപ്പ് ഓഫ് സൈലം സാപ്പ് on the tip or edges of leaf of some vascular plants such as grasses and a number of fungi. Guttation is not to be confused with dew, which condenses from the atmosphere onto the plant surface. അതിരാവിലെ നോക്കുമ്പോൾ ലീഫിൻ്റെ വെയിനിൻ്റെ അറ്റത്ത് കാണുന്ന ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നമ്മൾ ഹിമകണങ്ങളാണെന്ന് വിചാരിക്കുമല്ലേ. രാത്രിയുള്ള മഞ്ഞ് കണ്ടൻസ് ചെയ്തിട്ട് ചിലപ്പോൾ ലീഫ് സർഫസിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട് ഹിമകണങ്ങളായിട്ട്. അതും ഇതും രണ്ടാണ്. ഹിമകണങ്ങൾ ലീഫിൻ്റെ സർഫസിലാണ് കാണുന്നതെങ്കിൽ ഈ ഗട്ടേഷൻ വഴി എക്സ്യൂഡ് ചെയ്യുന്ന വാട്ടർ ഡ്രോപ്പ് ലീഫിൻ്റെ മാർജിനിലാണ് കാണുന്നത്. ഇത് വാട്ടർ മാത്രമല്ല, ഇതിൽ വാട്ടറും ഡിസോൾഡ് ആയിട്ടുള്ള മിനറൽ അയോൺസും കാണും, സോൾട്ട്സും കാണും. ഇപ്പോൾ ഗട്ടേഷൻ എന്താണെന്നും വാട്ടർ സ്റ്റൊമേറ്റ് അല്ലെങ്കിൽ ഹൈഡത്തോടെന്ന് ചോദിച്ചാൽ ഈ സ്ട്രക്ചർ വരച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇങ്ങനെ ഗട്ടേഷൻ നടക്കുന്നത് കൊണ്ട് ലീഫിനൊരു ദോഷമുണ്ട്. എന്താണെന്ന് ഞാൻ ഈ സ്ലൈഡിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് പക്ഷേ ഇത് നോട്ട് ഡൗൺ ചെയ്യാം. അതിരാവിലെ ആണല്ലോ ഗട്ടേഷൻ നടക്കുക. അപ്പോൾ ഈ ലീഫിൻ്റെ വെയിൻസിൽ കാണുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് വെയിൽ വരുമ്പോഴേക്കും അതെന്ത് ചെയ്യും, ഇവോപ്പറേറ്റ് ചെയ്തിട്ട് പോകും. പക്ഷേ അതിൽ കൂടെ വന്ന മിനറൽ സോൾട്ട് ഇല്ലേ, അയോൺസ് കാണും. ക്ലോറൈഡ് അയോൺസ്, പൊട്ടാസ്യം അയോൺ, സോഡിയം, അങ്ങനെ പലതരത്തിലുള്ള അയോൺസ് കാണും. ഈ അയോൺസൊക്കെ ഡ്രൈ ആയിട്ട് ലീഫിൻ്റെ സർഫസിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ലീഫിൻ്റെ സർഫസിൽ കുറച്ച് ഉപ്പ് വിതറി എന്ത് ചെയ്യും, ലീഫ് കരിഞ്ഞു പോകും അല്ലേ. ആ ഉപ്പ് ലീഫിൻ്റെ ഉള്ളിൽ കാണുന്ന ജലം വലിച്ചെടുക്കും. നിങ്ങൾ എക്സോസ്മോസിസ് എൻഡോസ്മോസിസ് ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഗട്ടേഷൻ്റെ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇവോപ്പറേറ്റ് ചെയ്ത് പോയി കഴിയുമ്പം അത് അവിടെ കുറച്ച് മിനറൽ അയോൺസിനെ അവശേഷിപ്പിച്ചിട്ടാണ് പോകുന്നത്, സോൾട്ട്സ്. ഈ സോൾട്ട് ലീഫിനെ ഡ്രൈ ആക്കി കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതൊരു ലീഫിന് പ്രയോജനമുള്ള ഒരു പ്രോസസ്സല്ല ഗട്ടേഷൻ, ഒരു ഈവിൽ പ്രോസസ്സാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ.